പറയുന്നത്? തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നു. പുതുമുഖങ്ങൾ, യുവാക്കൾ, സ്ത്രീകൾ എന്നിവർക്ക് പരിഗണന നൽകുമെന്നാണ് താരിഖ് അൻവർ പറയുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷ? അല്ല, 100% ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി AICC നേതൃത്വം തമ്പടിച്ച് മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിലടക്കം പങ്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടിയും പുതിയ തലമുറയും പ്രതീക്ഷിക്കുന്നത് വനിതകൾക്കും ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകിക്കൊണ്ടുള്ള അതൊരു 80% പിന്തുണ നൽകിക്കൊണ്ടുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയായും ഇരിക്കും വരുന്നതെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചാണ് ദേശീയ നേതൃത്വം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളോ വ്യക്തി താൽപര്യ ഇടപെടലുകളോ ഉണ്ടായാൽ അത് 100% കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും. അത്തരമൊരു പ്രവൃത്തി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളിൽ നിന്നുണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. എല്ലായ്പ്പോഴും ഈ ഗ്രൂപ്പ് തർക്കങ്ങളും ഗ്രൂപ്പ് വീതം വെപ്പും ഒക്കെ കഴിയുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം പ്രഖ്യാപനങ്ങളായി മാത്രം മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറ്. ഇല്ല, ഒരിക്കലും ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഏകപക്ഷീയമായ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു നേതാവിനോ അവരുടെ താല്പര്യം സംരക്ഷിച്ച് പരീക്ഷിക്കാനുള്ളൊരവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ തിരിച്ചു വരേണ്ടത് ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുകൊണ്ട് ഒരു നേതാവും ഒരു വ്യക്തിയും ഒരു ഗ്രൂപ്പും ഈ ഒരു സന്ദർഭത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളും നമ്മുടെ നേതാക്കന്മാരുടെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാകുന്നത് വളരെ കൃത്യമായ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാകും. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളും എത്രയും വേഗത്തിലുണ്ടാകും. ദിവസം ഇല്ലല്ലോ തെരഞ്ഞെടുപ്പ്. ഈ രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ലാതെ ഉള്ള ആളുകൾ ഒരു ഭാഗത്ത് കടന്നു വരുന്നു. അതേസമയം വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് അവസരം കിട്ടുന്നില്ല. അങ്ങനെ ഈ പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ അതൊരു യുവാക്കൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അല്ല, പുതിയ ആളുകൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ ശശി തരൂരിനെ പോലെ ചില വളരെ മികവുറ്റ വ്യക്തികളെ ഉൾക്കൊള്ളുന്നതിനൊന്നും കോൺഗ്രസിൻ്റെ പുതിയ തലമുറ എതിരല്ല. പക്ഷേ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ അവസരം നിഷേധിച്ചുകൊണ്ട് അങ്ങനെ ആളുകളെ കെട്ടിയിറക്കുന്നതിനോട് പാർട്ടിക്കകത്ത് പുതിയ തലമുറ എന്നല്ല പഴയ തലമുറയും യോജിക്കില്ല. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സിനിമാ താരങ്ങൾ, സാംസ്കാരിക മേഖലയിലുള്ളവരൊക്കെ വരുന്നുണ്ട്. അല്ല, സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ സാംസ്കാരിക നായകരും ഒക്കെ പാർട്ടി വേദിയിലേക്ക് വരട്ടെ. ചില ഇടങ്ങളിൽ ചിലപ്പോൾ പരീക്ഷിക്കേണ്ടതായിട്ട് വരും. അതിനൊന്നും ആരും എതിരല്ലല്ലോ. എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമാണ്. ഗ്രൂപ്പ് വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം ഇനിയും ചെയ്യില്ല എന്നാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ. ഇനിയും ചെയ്താൽ കൂട്ട ആത്മഹത്യയായിരിക്കും കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ചെയ്യേണ്ടത്. അതുകൊണ്ട് അത്തരമൊരു പരീക്ഷണത്തിന് ഒരേ നേതാവും തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല.